ഇപ്പോൾ ഇന്ത്യ ഉറ്റുനോക്കുന്ന ഒരു നേതാവായി വളരാൻ എം.എ. ബേബിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ 2 ദിവസം മുൻപ് ഒരു പ്രസ്താവന ഉണ്ടായിരുന്നത് ട്രംപുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ടും വന്നിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനം. ഇപ്പോൾ ഇന്ത്യ തിരിച്ചടി നൽകിയിട്ടുണ്ടല്ലോ, ആ തിരിച്ചടിയുമായി ബന്ധപ്പെട്ട് എം.എ. ബേബി പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഈ നീക്കം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയുടെ നീക്കം എങ്ങനെ നോക്കിക്കാണുന്നു? മോദിക്ക് ഇനി സ്വസ്ഥമായിട്ട് ഉറങ്ങാം. കാരണം എം.എ. ബേബി പിന്തുണച്ചല്ലോ, CPM പിന്തുണച്ചല്ലോ. പാർലമെൻറ്റിൽ ഏറ്റവും വലിയ ശക്തിയായിരിക്കുന്ന ഒരുപാട് MP-മാരൊക്കെ ഉള്ള ഒരു പാർട്ടിയാണല്ലോ CPM. ആ പാർട്ടിയുടെ പിന്തുണ എന്ന് പറയുന്നത് ചെറുതല്ല. അതൊരു പ്രതിപക്ഷ പാർട്ടികളെല്ലാം, കാരണം 3 സംസ്ഥാനങ്ങളിലാണ് MP. കേരളം, തമിഴ്നാട്, രാജസ്ഥാൻ 3 സംസ്ഥാനങ്ങളിൽ 4 MP-മാരുണ്ട്. ഒരു വലിയ സംഖ്യയാണ്. അപ്പോൾ അങ്ങനെയുള്ള അത്രയും MP-മാരൊക്കെയുള്ള രാജ്യസഭയിലും ലോക്സഭയിലും ഒക്കെ വലിയ കരുത്തുള്ള ഒരു പാർട്ടിയായ CPM പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സാധാരണ നിലയ്ക്ക് അങ്ങനെയല്ല. മോദി എന്ത് ചെയ്താലും രാജ്യം ഭരിക്കുന്ന പാർട്ടി, സൈന്യം ഒക്കെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തിടപെട്ടാലും അതിന് വിരുദ്ധമായ നിലപാടെടുക്കുന്ന ഒരു പാർട്ടിയാണ് പൊതുവെ CPM. നമുക്കറിയാം, പണ്ട് പാർലമെൻറ്റ് ആക്രമണ കേസിൽ, അതുപോലെ മുംബൈ ഭീകരാക്രമണ കേസിൽ ഒക്കെ മുംബൈ സ്ഫോടനം നടത്തിയ യാക്കൂബ് മേമൻ്റെയൊക്കെ കാര്യം നമുക്കറിയാം. അവരുടെ വധശിക്ഷ റദ്ദാക്കണമെന്ന് പറഞ്ഞ് വലിയ കോലാഹലമുണ്ടാക്കിയ പാർട്ടിയാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ പ്രതിപക്ഷ പാർട്ടികളിൽ CPM-ഉം ഇടത് പാർട്ടികൾ, CPM, CPI തുടങ്ങിയ ഇടത് പാർട്ടികൾ മാത്രമാണ് അത്തരത്തിൽ ഒരാവശ്യവുമായിട്ട് രംഗത്ത് വന്നത്. ഈ വധശിക്ഷ, അതുപോലെ അജ്മൽ കസബിൻ്റെ വധശിക്ഷയ്ക്ക് പോലും ഒരു വധശിക്ഷ നടപ്പാക്കരുത്, വധശിക്ഷ എന്ന് പറയുന്നത് വേണ്ടെന്ന് വെക്കണം എന്നാവശ്യപ്പെട്ട ആളാണ് എം.എ. ബേബി. എം.എ. ബേബി ഇപ്പോൾ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, എന്തായാലും മോദിക്ക് സമാധാനമായിട്ട് ഇനി ഉറങ്ങാം. കാരണം CPM-ൻ്റെയും ബേബിയുടെയും പിന്തുണ കിട്ടിക്കഴിഞ്ഞല്ലോ. കുറച്ച് ദിവസം മുമ്പ് ട്രംപ് ആകെ വട്ടത്തിലായിപ്പോയി. കാരണം ട്രംപ് ആകെ പേടിച്ച് വരണ്ട് ബേബി ഇവിടെ ഒരു പ്രസ്താവന ഇറക്കി. ട്രംപ് അമേരിക്ക ലോക പോലീസ് ചമയുകയാണ്, ട്രംപ് ലോകത്തിൻ്റെ പ്രസിഡൻറ്റിനെ പോലെയാണ് ഓരോന്ന് പറയുകയും ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്, പാർട്ടി സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ വേണ്ട സമയത്ത് ഇടപെടും എന്ന് എം.എ. ബേബി പറയുന്നത്. അത് വലിയ ട്രോളായി മാറിയിരുന്നു നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലെന്ന്. അല്ല, മുൻപെല്ലാം നമുക്കറിയാം, പല യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോഴും പല സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും ഇന്ത്യക്കെതിരായിട്ടാണ് ഈ പാർട്ടി നിലപാടെടുത്തിട്ടുള്ളത്. എന്തായാലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്, സ്വാഗതം ചെയ്തിട്ടുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് കേരളത്തിൽ. അപ്പോൾ വലിയ തോതിൽ ആൾക്കാരെ വെറുപ്പിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം അല്ല, അത് മറ്റൊരു കാര്യമുണ്ടല്ലേ, പണ്ട് ദേശാഭിമാനിയും കൈരളി TV മാത്രമേ ഉള്ളൂ. അതെ, ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളും ചാനലുകളും, അതെ, എല്ലാം ഇന്ന് കൈരളി കാണുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. അതേസമയം ഏഷ്യാനെറ്റും റിപ്പോർട്ടറും പിന്നെ ഒക്കെ കാണുന്ന ന്യൂസ് 24 ഒക്കെ കാണുന്നവരുടെ എണ്ണമാണ് ഇന്ന് കൂടുതൽ. സഖാക്കൾ തന്നെ വളരെ കൂടുതലായിട്ട് അങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ്. സഖാക്കളുടെ സ്വഭാവത്തിൽ തന്നെ വലിയ വ്യതിയാനം വന്നിരിക്കുന്നു. പണ്ടാണ് ദേശാഭിമാനി വായിച്ച്, അതെ, പണ്ട് രാവിലെ കരുതുമല്ലേ ഈ പ്രസ്ഥാനം കാണുമ്പോൾ ട്രംപ് നാട് വിട്ടു വിറച്ചു. പണ്ട് അമേരിക്കയെ വിരട്ടാൻ അല്ല, ഇതിപ്പോൾ CPM-ൻ്റെ നേതാക്കളെല്ലാം പറഞ്ഞ് നടക്കുന്നതാണല്ലോ. ഈ അമേരിക്ക കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. കേരളവും ബംഗാളും അവരുടെ നിരീക്ഷണ വലയത്തിലാണ്. ബംഗാളിൽ CPM-നെ പടിയടച്ച് പിണ്ടം വെച്ചത് തന്നെ അമേരിക്കയ്ക്ക് പങ്കുണ്ട് എന്ന് പോലും പറഞ്ഞു നടന്നിരുന്ന സഖാക്കൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു ചുവട് പിടിച്ച് വളരെ പണ്ട് തൊട്ടേ ഈ CPM നേതാക്കൾക്ക് അത്തരത്തിലുള്ളൊരു ഭാഷയുണ്ട്. എന്നുവെച്ചാൽ അമേരിക്ക അവരെ എന്തോ ഇങ്ങനെ കുഴപ്പത്തിലാക്കാൻ വേണ്ടി, അവരെ പൂട്ടാൻ വേണ്ടി അമേരിക്ക നടക്കുകയാണ്, വിമോചന സമരത്തിന് ഫണ്ട് ചെയ്തത് അമേരിക്കയാണ്, CIA ആണ് എന്ന് പറഞ്ഞ് തോമസ് ഐസക്കിനെ പോലുള്ളവർ പോലും അത് പറഞ്ഞ് ഇങ്ങനെ വലിയ വാഴ്ത്തുപാട്ടുകളൊക്കെ ആയിട്ട് മനോരമ പത്രത്തിന് CIA-യുടെ ഫണ്ട് ലഭിച്ചിരുന്നു വിമോചന സമരം ആളിക്കത്തിക്കാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രസ്താവനകളുമായിട്ട് ജീവിച്ചിരുന്ന ഒരു കാലമുണ്ട്, നമുക്കറിയാം. പ്രത്യേകിച്ച് ഇവർ പ്രതിപക്ഷത്തിരിക്കുന്ന കാലത്താണ് ഇത്തരം കാര്യങ്ങൾ പൊടിതട്ടിയെടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ തുടർഭരണം സാധ്യമാക്കണം. അതിന് ഈ പറയുന്നത് പോലെ ഇന്നിപ്പോൾ രാജ്യത്ത് വലിയ തോതിൽ മാറ്റങ്ങളുണ്ട്. ഈ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ്, അതുപോലെ തന്നെ മറ്റ് ചാനലുകൾ, മറ്റ് പത്രങ്ങൾ, ആൾക്കാർക്ക് കൂടുതൽ ഇൻഫർമേഷൻ ഇന്ന് വിരൽ തുമ്പിൽ നിൽക്കുകയാണ്. ഡിജിറ്റൽ യുഗമാണ്.
ഇൻ്റർനെറ്റിന് വലിയ സ്വാധീനമുണ്ട്. അപ്പോൾ നമുക്ക് ഏത് വിവരവും വളരെ പെട്ടെന്ന് നമ്മുടെ മൊബൈലിൽ കൂടെ തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഇന്നുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞ പോലെ സ്ക്രീനിൻ്റെ വലിപ്പം കുറഞ്ഞു കുറഞ്ഞു വരികയാണ്, പക്ഷേ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ്റെ അളവ് വളരെ കൂടി വരികയാണ്. സ്ക്രീനിൻ്റെ വലിപ്പം കുറഞ്ഞു വരുന്നെങ്കിലും ഇൻഫർമേഷൻ്റെ അളവ് അതിന് നേർ വിപരീതമായിട്ട് വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മാറ്റം CPM-നെ ഭയപ്പെടുത്തുന്നുണ്ട്. ഇനി പഴയതുപോലെ ഈ സത്യം ചെരുപ്പിടുമ്പോഴത്തേക്കും നുണ ലോകം ചുറ്റി വരുന്ന ആ ഒരു ഗീബൽസിയൻ തന്ത്രമുണ്ടല്ലോ. പഴയ ഈ ജർമ്മനിയിലെ ഗീബൽസ് എന്ന് പറയുന്ന വ്യക്തി ഒരു PR വർക്ക് ചെയ്യുമായിരുന്നു. അദ്ദേഹം ഹിറ്റ്ലറിൻ്റെ വലങ്കൈയായിരുന്നു. എന്തു നുണയും പറഞ്ഞ് അത് 100 ആവർത്തി 1000 ആവർത്തി ഒക്കെ പറഞ്ഞു കഴിയുമ്പോൾ അത് സത്യമാണെന്ന് ആൾക്കാർക്ക് തോന്നും. അങ്ങനെ ആ തരത്തിലുള്ള, അതുകൊണ്ടാണ് അതിനെ ഗീബൽസിയൻ തന്ത്രം എന്ന് തന്നെ ആൾക്കാർ പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള തന്ത്രങ്ങളൊന്നും ഇനി വിലപ്പോകില്ല എന്ന് അവർക്ക് മനസ്സിലായി CPM-ന്. അതുകൊണ്ടാണ്, അല്ലാതെ അവർക്ക് രാജ്യസ്നേഹമോ സൈന്യത്തിനോട് ബഹുമാനമോ അങ്ങനെ എന്തെങ്കിലും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അടിസ്ഥാനപരമായിട്ട് അവർ ഈ പറയുന്ന നമ്മുടെ ഭരണഘടന ഉൾപ്പെടെയുള്ള ഒരു കാര്യങ്ങളോടും അവർക്ക് എന്തെങ്കിലും പ്രതിപത്തി ഉണ്ട് എന്ന് തോന്നിയിട്ടില്ല ഇതുവരെ. അവർക്ക് സർവ്വരാജ്യ തൊഴിലാളികളെ, സർവ്വരാജ്യ കമ്മ്യൂണിസത്തെയും ആഗോള കമ്മ്യൂണിസത്തെയും ഒക്കെയാണ് അവർ പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ല എന്ന് പറഞ്ഞ ആൾക്കാരാണ് അവർ. അത് പണ്ട് MN കാരശ്ശേരി പറയുന്നത് പോലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് നേരം വെളുത്തത് റഷ്യയിൽ നിന്ന് ക്രൂഷ്ചേവ് വന്ന് നെഹ്റുവിനെ കെട്ടിപ്പിടിച്ചപ്പോഴാണ്. അപ്പോഴാണ് ഇവർക്കും ബോധം ഉണ്ടായത്, ഓ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി അല്ലേ എന്ന്. അതായത് റഷ്യ പറയണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിൽ അവർ അംഗീകരിക്കും. ചൈന പറയണം ഇന്ത്യ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിരിക്കുന്നു, പാകിസ്ഥാനിലെ 9 ക്യാമ്പുകൾ തകർത്തിരിക്കുന്നു എന്നൊക്കെ ചൈന പറഞ്ഞാൽ അവർ അംഗീകരിക്കും. പണ്ട് റഷ്യ പറഞ്ഞാലേ അവർ അംഗീകരിക്കുമായിരുന്നുള്ളൂ. ഇപ്പോഴാണെങ്കിൽ പിന്നെ റഷ്യ, സോവിയറ്റ് യൂണിയൻ തകർന്ന് തരിപ്പണമായിപ്പോയി. ഇപ്പോൾ പിന്നെ ഉള്ളത് ചൈനയാണ്. അപ്പോൾ ചൈന പറഞ്ഞാൽ അവർ അംഗീകരിക്കും. അപ്പോൾ ചൈന പറയുകയാണ് ഇന്ത്യ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി, ഇന്ത്യ വ്യോമാക്രമണം നടത്തി, അല്ലെങ്കിൽ ഇന്ത്യ അവിടെ കയറി അടിച്ചു, പിന്നെ അജ്ഞാതൻ അവിടെ വിളയാടുന്നു, നിരവധി ഭീകരന്മാരെ കൊന്നു എന്നൊക്കെ പറഞ്ഞ് ചൈന പറഞ്ഞാൽ ഒരു പക്ഷേ CPM-ഉം MA ബേബിയും ഒക്കെ അംഗീകരിച്ചേക്കും. അതിനപ്പുറത്ത് അല്ലാതെ ഇന്ത്യൻ പ്രധാനമന്ത്രിയോ ഇന്ത്യൻ സൈനിക പബ്ലിക് റിലേഷനോ പ്രതിരോധ വകുപ്പിൻ്റെ PR-ഓ ഒന്നും പറഞ്ഞാൽ, അല്ലെങ്കിൽ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ എന്നും പറഞ്ഞാൽ CPM അത് എത്ര കണ്ട് അംഗീകരിക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. എന്തായാലും ഇപ്പോൾ ഒരു കാര്യം സത്യമാണ്, ട്രംപ് വല്ലാണ്ട് ഭയന്നിരിക്കുകയായിരുന്നു. പക്ഷേ ട്രംപിന് ഇപ്പോൾ ഒരു ആശ്വാസമുണ്ട്. കാരണം ബേബിയുടെയും CPM-ൻ്റെയും ശ്രദ്ധ മാറിയല്ലോ. അവരിപ്പോൾ ഈ സർജിക്കൽ സ്ട്രൈക്കും നരേന്ദ്രമോദിയും ഇപ്പോഴത്തെ ഈ അറ്റാക്കും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ട്രംപ് രക്ഷപ്പെട്ടു. പക്ഷെ വീണ്ടും വരും, ഞങ്ങളങ്ങനെ വിടത്തൊന്നുമില്ല, അങ്ങനെ ലോക പോലീസ് ചമയാനൊന്നും ശ്രമിക്കണ്ട, ലോകത്തിൻ്റെ ആഗോള പ്രസിഡൻ്റൊന്നും ആകാൻ ട്രംപ് ചാടി ഇറങ്ങണ്ട, അതിനിവിടെ CPM ഉണ്ട് എന്ന് ബേബി കൃത്യമായ ഒരു മുന്നറിയിപ്പ് നേരത്തെ കൊടുത്തല്ലോ. ഇപ്പോൾ പക്ഷേ ഈ പറഞ്ഞതുപോലെ കുറച്ച് ദിവസത്തേക്ക് ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി ചർച്ച ചെയ്യപ്പെടുക. അതിൽ തന്നെ ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ പപ്പുമോൻ തെളിവ് ചോദിക്കും, അതിൻ്റെ പുറകെ ബേബിയും ചാടി ഇറങ്ങും. അത് ഈ പറയുന്നത് പോലെ വേറെ ഏതോ എവിടത്തെയോ ദൃശ്യങ്ങളൊക്കെയാണ്, ഇത് ശരിയല്ല, ഇത് തട്ടിപ്പാണ് എന്നൊക്കെ പറഞ്ഞ് ഇത് ജനങ്ങൾ തിരിച്ചറിഞ്ഞത് കൊണ്ടായിരിക്കും അല്ലേ? കാരണം ഒരു കാലത്ത് ഉത്തരേന്ത്യയിൽ ഉൾപ്പെടെ വലിയ ശക്തിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇപ്പോൾ ഉത്തരേന്ത്യയിൽ നാം പരിഹാസമായി കേൾക്കുന്നത് റെയിൽവേയിൽ മാത്രമാണല്ലേ, റെയിൽവേ സ്റ്റേഷനുകളിൽ മാത്രമേ ചുവന്ന കൊടിയുള്ളൂ. ആ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. മഹാരാഷ്ട്രയിലും ബംഗാളിലും മധ്യപ്രദേശിലും അതുപോലെ തന്നെ പഞ്ചാബിലും ഒക്കെ ഈ പാർട്ടിക്ക് വേരോട്ടം ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഏതാനും സീറ്റുകളെങ്കിലും ജയിച്ചിരുന്നു. 2004 പോലും 54 സീറ്റുകൾ ഇടത് പാർട്ടികൾക്കുണ്ടായിരുന്നു, നമുക്കറിയുന്നതാണ്. ബംഗാളിലും കേരളത്തിലും ഒക്കെ ആയിട്ട് 54 സീറ്റുകൾ അവർക്കുണ്ടായിരുന്നു. ആ പാർട്ടിയാണ് ഇന്ന് 4 സീറ്റിലേക്ക് ഒതുങ്ങി നിലനിൽപ്പ് പോലും, അതിൻ്റെ അസ്തിത്വം പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നത്. അതുകൊണ്ട് നാടോടുമ്പോൾ നടുവേ, അതുകൊണ്ടാണ് ഇപ്പോൾ, കാരണം ഇന്ന് ഇതിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ നാട്ടുകാരെല്ലാം കൂടെ ഇറങ്ങി പഞ്ഞിക്കിടും. അത് നല്ല തിരിച്ചറിവെന്ന് CPM-കാർക്കുണ്ട്. സാധാരണ അവർക്കൊരു സത്യം തിരിച്ചറിയാൻ കുറഞ്ഞതൊരു 10-20 വർഷമെങ്കിലും എടുക്കും. കമ്പ്യൂട്ടറിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ അവർ 20 കൊല്ലം എടുത്തു. അതുപോലെ ഇതും അങ്ങനെയൊക്കെയാണ്. എങ്കിലും ഇവിടെ എന്തോ
നിർഭാഗ്യവശാലാണോ ഭാഗ്യവശാലാണോ CPM വളരെ പെട്ടെന്ന് തന്നെ അത് തിരിച്ചറിയുകയും രാജ്യത്തിനൊപ്പം നിൽക്കാനുള്ള ഒരു പ്രവണത അല്ലെങ്കിൽ ഒരു പ്രസ്താവനയെങ്കിലും ഇറക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും മോദിക്ക് സ്വസ്ഥമായിട്ട് ഇനി ഉറങ്ങാം. CPM ശല്യത്തിന് വരില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.